ജന്തുക്കളന്തർഭാഗേ ജീവരൂപനായിരും അന്തരാത്മാവായുള്ള പരമാത്മാവു തന്നെ ഭാവന പോലെ ഭവിച്ചിടുമെന്നറിഞ്ഞാലും ഭാവന കൊണ്ടു തന്നെ ജന്മവുമുണ്ടാകും. ഭാവനയല്ലോ 14 ലോകവും നൂനം. ഭാവന കൊണ്ടു തന്നെ സർവവും ഉണ്ടാകും. കർമ്മങ്ങൾ മനോഭാവം കൊണ്ടുള്ളവായിടും. കർമ്മകർത്താവങ്ങ സ്വതന്ത്രനായിടും. പിന്നെ ഇങ്ങനെ ദീനഭാവം കൈക്കൊള്ളും കർമ്മകർത്താവിന്നിക സുഖദുഃഖ കർമ്മത്താലുള്ള ഫലം ഏതൊന്നും വിശേഷമായി നിത്യമായുണ്ടായെന്നു ചേതസി വിചാരിച്ചാലൊന്നുമേ നിത്യമല്ല. വിദ്വാൻമാരായ ശരീരികൾക്കു സുഖദുഃഖം എത്രയും അനിത്യമെന്നകമേ ബോധിക്കയാൽ മുക്തന്മാർ സുഖദുഃഖ ബന്ധമോക്ഷങ്ങളെല്ലാം നിത്യമല്ലെന്നറിയും ധ്യാനയോഗാത്മാക്കളായി. സുഖദുഃഖങ്ങൾ രണ്ടും മംഗളമല്ലെന്നോ സുഖമായി വസിക്കുന്നു ധൈര്യബുദ്ധ്യാത്മാക്കളായി. മൂഢന്മാരഹങ്കരിച്ചകമീ അജ്ഞാനത്താൽ ഗൂഢമായൊരു പരമാർത്ഥബോധമെന്നിയേ മൃത്യുവേ ദുഃഖമാക്കി കൈക്കൊണ്ടങ്ങുഴലുന്നു. സാക്ഷാൽ മുക്തന്മാർ ദുഃഖസുഖങ്ങളുടെ ലാഭം നിത്യമല്ലെന്നറിഞ്ഞിട്ടിരിക്കും. അതുകൊണ്ടും മുക്തന്മാർ ദുഃഖരഹിതന്മാരായിരിക്കുന്നു. മുക്തന്മാരന്തികത്തിൽ മൃത്യു വന്നെടുത്താലും ചിത്തത്തിൽ ദുഃഖിക്കയിൽ അധികം സന്തോഷിക്കും. ആയതെങ്ങനെയെന്നാൽ അതു നീ കേട്ടുകൊള്ളുക. മായാവൈഭവമതി വിചിത്രം ചിത്രം ചിത്രം. മുക്തന്മാർ സുഖദുഃഖ ബന്ധമോക്ഷങ്ങളെല്ലാം നിത്യമല്ലെന്നുള്ളത്തിൽ അറിഞ്ഞു യോഗധ്യാനം നശ്യമല്ലത് പാർത്താൽ അത്രയും നിർവിഷയം. ആശുബോധിച്ചു മൃത്യു തന്നെയും ഭയമെന്നി മൃത്യു ജന്മാതി ഭേദാഭേദ വിച്ഛിന്നരായ ചിത്തത്തിൽ ഭയം കൂടാതാനന്ദിച്ചിരിക്കുന്നു. മറ്റുള്ള മൂഢന്മാർക്ക് ഭയരൂപമാ മൃത്യു ചിന്തല്ലതിനം പ്രതി അടുത്തു വരുമല്ലോ. മുക്തനെ കാണപ്പെട്ടിടുന്നതും കേൾക്കായതും ചിത്തത്തിൽ ഓർക്കുന്നതും വൈരവും അസൂയയും വരവും ചലവും നാനാത്വമായിരിപ്പതും ത്വരിതം നശിപ്പതും ഇരിപ്പുള്ളതുമുള്ളിൽ ഒക്കവേ ഇച്ഛാവിരഹിതത്വകാമം കൊണ്ടു കൃഷി പ്രവൃത്തി പോൽ ഫലമായി വരുന്നവർ എടുത്തിട്ട ഫലത്തെ തള്ളുന്നു. പടുത്വമോട് ധർമ്മ പരിപാലനം ചെയ്യും. ഇങ്ങനെ നിഷ്കാമകർമ്മത്തിനാൽ ആത്മയോഗമംഗലമേറ്റം യോഗ്യ പുരുഷന്മാർക്കു പോലും സാധ്യമല്ലാതെ സർവചിതമാ മുക്തിസ്ഥാനം ആസ്തയാ പ്രാപിക്കുന്നതിങ്ങനെയെന്നു കേൾക്കും. ദേവനായ ജനം ചെയ്തതിൻ്റെ കർമ്മഫലം ദേവനായി ഭവിച്ചുടൻ പരത്തിൽ ഭുജിക്കുന്നു. എത്ര പുണ്യം ചെയ്തീടിലത്ര കാലവും സ്വർഗേ ചിത്തമോദേന വാഴുമില്ല സംശയമേതും. ധർമ്മപാലനം ചെയ്തു വസിച്ചാലിതു ഫലം. ധർമാചാരങ്ങൾ വിട്ടിട്ട ധർമാചാരനായാൽ നരകത്തിങ്കൽ നിന്നു കയറിയിടാതെ പിന്നെ ത്വരിതമവശനായി ദുഃഖസംഭവമായ കർമ്മങ്ങൾ കൊണ്ടു ജന്മം മേൽക്കുമേൽ നികൃഷ്ടമാം കൽമഷരൂപമർദ്യ ദേഹത്താലെന്തോ ഫലം. സൽകർമ്മങ്ങളെ കൊണ്ട് ദേവനായി ഭവിച്ചിടും. ദുഷ്കർമ്മങ്ങളെ കൊണ്ട് ഹീനനായി ഭവിച്ചിടും. സ്വർഗവും നരകവും തന്നുടെ കർമ്മങ്ങളാലൊക്കവേ ദേഹമൂലം ദേഹമോ കർമ്മമൂലം. ഇങ്ങനെ കർമ്മദേഹ കാരണ ബന്ധത്തിനാൽ ഇജ്ഞാനുഭവം സ്വർഗ നരകം കാണുന്നില്ലേ. തന്നുടെയുള്ളിൽ കർമ്മവാസനാബന്ധം കൊണ്ടു
വന്നുകൂടിയിടുന്നിതു ദേഹാദി സുഖദുഃഖം കാമകർമ്മങ്ങളാലെ നരകസ്വർഗങ്ങളും കാൺമതുകൊണ്ടു തന്നെ നിഷ്കാമകർമ്മികൾക്കു നരകസ്വർഗ സുഖദുഃഖ ദേഹാദികളും വരിക ഇല്ലെന്നതു നിശ്ചയമറിഞ്ഞാലും ആകയാൽ മുന്നേ ചൊന്ന നിഷ്കാമകർമ്മയോഗി ലോകധർമാചാരാഠ്യ കർമ്മങ്ങൾ ചെയ്തിടിലും നിത്യമല്ലിവയൊന്നുമെന്നു ചിന്തിച്ചു ചിത്തേ നിത്യവും ആചരിച്ചു വരുന്ന കർമ്മബീജം ഭസ്മമായി പോകമൂലം കർമ്മത്താലില്ല ബന്ധം വിസ്മയമതിനാല മുക്തനാം അവൻ നൂനം ആപത്തായിരിപ്പോരു ദേഹത്തെ ഭജിച്ചിട്ടു താപമിന്നേ സുഖമെന്തുള്ളൂ നരന്മാർക്ക് ജനന മരണാദി ദുഃഖ സൗഖ്യങ്ങൾ തരും തനുവിനായി കാമകർമ്മ ബന്ധങ്ങൾ വിട്ടു മോക്ഷാനുഭവ സിദ്ധിക്കായി വന്ന നരദേഹ നിഷ്കാമകർമ്മം ചെയ്തു മുക്തിയെ സിദ്ധിക്കേണം മുക്തനു ഭയം ഒരു നാളുമില്ലൊന്നിനാലും സക്തനല്ലവൻ ദേവോത്ഭവമാം കർമ്മങ്ങളിൽ മുക്തനെന്നേ മറ്റു ജന്മികൾക്കെല്ലാവർക്കും ചിന്തത്തിൽ ഭയമുണ്ടാം കാമകർമ്മങ്ങളാലെ ലോകവാസികൾക്കും ആകൽപ്പജീവികളായ ലോകപാലകന്മാർക്കും ഉൾഭയമുണ്ടു പാരം വിപരാർത്ഥത്തിൽ പരമായുസാം ബ്രഹ്മാവിനും വിവശം ഭയം കൊണ്ടു കവി സൃഷ്ടിക്കും സൃഷ്ടിയിൽ ഗുണമുണ്ടാം ഇന്ദ്രിയാദ്യങ്ങളുണ്ടാം തുഷ്ടിയോടപ്പോൾ ജീവൻ ഗുണസംയുക്തനായി കർമ്മങ്ങൾ ചെയ്തു കർമ്മഫലങ്ങളെല്ലാറ്റെയും ചിന്മയനായ ജീവൻ ഭുജിച്ചിടുന്നു നിത്യം എത്ര നാൾ ആത്മാഗുണസമ്പന്നനായിടുന്നിതത്ര നാളേക്കും നാനാവിധത്വം ഭവിക്കുന്നു നാനാത്വം എത്ര കാലം ആത്മാവിനെന്നാകിലോ നൂനമത്ര കാലവും സ്വതന്ത്രത്വം വരാ എത്ര നാൾ സ്വതന്ത്രത്വമില്ലാതെയിരിക്കുന്നു അത്ര നാൾ ഈശ്വരങ്ങൾ ഭയമുണ്ടായിടും ഈശ്വരനെ ഉപാസിച്ചു മോഹിച്ചിടുന്നു ജീവൻ ഈശ്വരനും താനുമെന്നുള്ള ബോധം കൂടാതെ കാലാത്മാഗമലോക പ്രകൃതി ധർമ്മമിതു കാലഭേദം കൊണ്ടെന്നെ വിഭവ ചൊല്ലി